ഏഞ്ചൽ മിനിസ്ട്രീസ് അവതരിപ്പിക്കുന്നു ജീവമാർഗം. സർവലോകവും നേടിയാലും സമ്പത്ത് കുന്നുപോൽ കൂട്ടിയാലും ജുർമിക്കും ലോകത്തിൽ വാഴും. ജീവമാർഗം പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മോട് ദൈവവചനത്തിൽ നിന്ന് സംസാരിക്കുന്നത് ബ്രദർ ഐപ്പ് ചെറിയാൻ, ബാംഗ്ലൂർ. പ്രാർത്ഥനയോടെ ഈ സന്ദേശം ശ്രവിച്ചാലും. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 15-ാം അധ്യായം അതിന്റെ 6 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് ഇന്ന് ചിന്തിക്കാം. ഞാൻ ആ ഭാഗം വായിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 15-ന്റെ 6 മുതൽ 11 വരെ. ഈ സംഗതികളെക്കുറിച്ച് വിചാരിപ്പാൻ അപ്പോസ്തലന്മാരും മൂപ്പന്മാരും വന്നുകൂടി. വളരെ തർക്കമുണ്ടായ ശേഷം പത്രോസ് എഴുന്നേറ്റ് അവരോട് പറഞ്ഞത്, സഹോദരന്മാരെ, കുറെ നാൾ മുമ്പേ ദൈവം നിങ്ങളിൽ വെച്ച് ഞാൻ മുഖാന്തരം ജാതികൾ സുവിശേഷ വചനം കേട്ട് വിശ്വസിക്കണമെന്ന് നിശ്ചയിച്ചത് നിങ്ങൾ അറിയുന്നുവല്ലോ. ഹൃദയങ്ങളെ അറിയുന്ന ദൈവം നമുക്ക് തന്നതുപോലെ അവർക്കും പരിശുദ്ധാത്മാവിനെ കൊടുത്തുകൊണ്ട് സാക്ഷി നിന്ന് വിശ്വാസത്താൽ അവരുടെ ഹൃദയങ്ങളെ ശുദ്ധീകരിച്ചതിനാൽ നമുക്കും അവർക്കും തമ്മിൽ ഒരു വ്യത്യാസവും വെച്ചിട്ടില്ല. ആകയാൽ നമ്മുടെ പിതാക്കന്മാർക്കും നമുക്കും ചുമപ്പാൻ കഴിഞ്ഞിട്ടില്ലാത്ത നുകം ശിഷ്യന്മാരുടെ കഴുത്തിൽ വെപ്പാൻ നിങ്ങളിപ്പോൾ ദൈവത്തെ പരീക്ഷിക്കുന്നത് എന്ത്? കർത്താവായ യേശുവിൻ്റെ കൃപയാൽ രക്ഷ പ്രാപിക്കുമെന്ന് നാം വിശ്വസിക്കുന്നത് പോലെ അവരും വിശ്വസിക്കുന്നു. അന്ന് യെരുശലേമിൽ ആ സഭയിൽ കൂടിയിരുന്നവർ എല്ലാവരും യഹൂദന്മാരായിരുന്നു. ജാതികളുടെ ഇടയിൽ സുവിശേഷം പ്രസംഗിച്ച് അവരെയും രക്ഷാമാർഗത്തിലേക്ക് കൊണ്ടുവന്ന പൗലോസും ബർന്നബാസും അവരും യഹൂദന്മാരാണ്. അവരാണ് ജാതികളായ വിശ്വാസികൾക്ക് വേണ്ടി യെരുശലേമിൽ ഇപ്പോൾ വാദിക്കുന്നത്. യേശുവിൻ്റെ ശിഷ്യന്മാരിൽ പ്രധാനിയായിരുന്ന പത്രോസ് സഭയുടെ ആരംഭഘട്ടത്തിൽ പല പ്രധാന പ്രസംഗങ്ങൾ നടത്തിയിട്ടുണ്ട്. യെരുശലേമിലെ സഭയിൽ വളരെ ആദരിക്കപ്പെടുന്ന ഒരാളായിരുന്നു പത്രോസ്. അതുകൊണ്ട് പത്രോസ് പറയുന്നത് യെരുശലേമിലെ സഭാംഗങ്ങളായവർ കേൾക്കും. പത്രോസ് എഴുന്നേറ്റ് നിന്ന് ആദ്യം പറഞ്ഞ വാചകം ഒന്ന് ശ്രദ്ധിക്കുക. സഹോദരന്മാരെ, കുറെ നാൾ മുമ്പേ ദൈവം നിങ്ങളിൽ വെച്ച് ഞാൻ മുഖാന്തരം ജാതികൾ സുവിശേഷ വചനം കേട്ട് വിശ്വസിക്കണമെന്ന് നിശ്ചയിച്ചത് നിങ്ങൾ അറിയുന്നുവല്ലോ. അപ്പോൾ അവർക്കറിയാവുന്ന ഒരു കാര്യമാണ് പത്രോസ് അവരെ ഓർമ്മിപ്പിക്കുന്നത്. ദൈവം ജാതികളോട് സുവിശേഷം പറയാൻ നിങ്ങളിൽ നിന്നും എന്നെയാണ് തിരഞ്ഞെടുത്തത്. ഹൃദയങ്ങളെ അറിയുന്ന ദൈവം പരിശുദ്ധാത്മാവിനെ ആ ജാതികളായവർക്ക് കൊടുത്തു. അത് ദൈവത്തിന് അബദ്ധം പറ്റിയതല്ല. ദൈവത്തിന് ആളുകളുടെ ഹൃദയത്തിൻ്റെ അവസ്ഥ അറിയാം. അവർ വാസ്തവമായി സുവിശേഷം വിശ്വസിച്ചതുകൊണ്ട് അവർക്ക് ദൈവം പരിശുദ്ധാത്മാവിനെ കൊടുത്തു. ദൈവമാണ് ജാതികളായ വിശ്വാസികൾക്ക് വേണ്ടി സാക്ഷ്യം നിന്നത്. കാരണം ദൈവമാണല്ലോ പരിശുദ്ധാത്മാവിനെ കൊടുക്കുന്നത്. വിശ്വാസത്താൽ ദൈവം ജാതികളുടെ ഹൃദയം ശുദ്ധീകരിച്ചിരിക്കുന്നു. നമുക്കറിയാം, ഈ വാദമുണ്ടാകുവാൻ ഒരു കാരണം പരീക്ഷപക്ഷത്തു നിന്നും വിശ്വസിച്ച് വന്ന ആളുകൾ ജാതികളായിട്ട് വിശ്വസിച്ച ആളുകൾ പരിച്ഛേദന ഏൽക്കുകയും മോശയുടെ ന്യായപ്രമാണം അനുസരിക്കുകയും വേണമെന്ന് ശഠിച്ചതുകൊണ്ടാണ്. ഈ പരീശന്മാർ നേരത്തെ എങ്ങനെയുള്ളവരായിരുന്നു എന്ന് യേശു പറഞ്ഞിട്ടുണ്ട്. അവരുടെ ഹൃദയം ശുദ്ധിയുള്ളതായിരുന്നില്ല. പരീശന്മാരുടെ ഹൃദയത്തെക്കുറിച്ച് യേശു പറഞ്ഞത് ഈ അവസരത്തിൽ നമുക്കൊന്ന് ഓർക്കാം. മത്തായി സുവിശേഷം 22-ാം അധ്യായത്തിൽ ഇങ്ങനെ വായിക്കുന്നു, കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീശന്മാരുമായുള്ളവരെ നിങ്ങൾക്ക് ഹാ കഷ്ടം. വെള്ള തേച്ച ശവക്കല്ലറുകളോട് നിങ്ങൾ ഒത്തിരിക്കുന്നു. അവ പുറമേ അഴകായി ശോഭിക്കുന്നെങ്കിലും അകമേ ചത്തവരുടെ അസ്ഥികളും സകലവിധ അശുദ്ധിയും നിറഞ്ഞിരിക്കുന്നു. അങ്ങനെ തന്നെ പുറമേ നിങ്ങൾ നീതിമാന്മാർ എന്ന് മനുഷ്യർക്ക് തോന്നുന്നു, അകമയോ കപടഭക്തിയും അധർമ്മവും നിറഞ്ഞവരത്രേ. അപ്പോൾ പരീശന്മാർക്ക് പുറമേയുള്ള ഭക്തിയിലാണ് കാര്യം, അതാണ് അവർക്ക് പ്രാധാന്യമുള്ളത്. എന്നാൽ പത്രോസ് ഇവിടെ പറയുന്നത് ദൈവം ആളുകളുടെ ഹൃദയത്തെയാണ് ശോധന ചെയ്യുന്നത്. വാസ്തവമായി സിൻസിയറായി വിശ്വസിച്ച യഹൂദന്മാരല്ലാത്ത ആളുകൾക്ക് ദൈവം പരിശുദ്ധാത്മാവിനെ കൊടുത്തു. അതിനുശേഷം പത്രോസ് 10-ാം വാക്യത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്, ആകയാൽ
നമ്മുടെ പിതാക്കന്മാർക്ക് നമുക്കും ചുമപ്പാൻ കഴിഞ്ഞിട്ടില്ലാത്ത നുകം ശിഷ്യന്മാരുടെ കഴുത്തിൽ വെപ്പാൻ നിങ്ങൾ ഇപ്പോൾ ദൈവത്തെ പരീക്ഷിക്കുന്നതെന്ത്? കർത്താവായ യേശുവിൻ്റെ കൃപയാൽ രക്ഷ പ്രാപിക്കും എന്ന് നാം വിശ്വസിക്കുന്നത് പോലെ അവരും വിശ്വസിക്കുന്നു. പത്രോസ് ഇവിടെ യഹൂദന്മാരുടെ പിതാക്കന്മാരെക്കുറിച്ച് പറയുകയാണ്. പിതാക്കന്മാരെക്കുറിച്ച് പറയുമ്പോൾ അവർക്ക് 10 നാക്കാണ്. പിതാക്കന്മാർ വലിയ വലിയ ആളുകളായിരുന്നു ഒക്കെ അവർ പറയും. എന്നാൽ ആ പിതാക്കന്മാരെക്കുറിച്ച് പത്രോസ് പറയുന്നത് അവർ ദൈവവചനം സ്വീകരിച്ചവരാണ്, ദൈവത്തിൻ്റെ പ്രമാണമുള്ളവരായിരുന്നു എങ്കിലും അവർക്ക് കഴുത്തിൽ ഒരു നുകമായിരുന്നു ഉണ്ടായിരുന്നത്. ന്യായപ്രമാണം അവർക്കൊരു നുകമായിരുന്നു, അതവർക്ക് ചുമപ്പാൻ കഴിഞ്ഞിട്ടില്ല. ഇവർ വലിയ കാര്യമൊക്കെ പിതാക്കന്മാരെക്കുറിച്ച് പറയുമെങ്കിലും അവർക്ക് പൂർണ്ണമായി ന്യായപ്രമാണം അനുസരിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുതന്നെയാണ് ഇപ്പോഴുള്ള ആളുകളുടെയും കാര്യം. നമുക്കും ചുമപ്പാൻ കഴിഞ്ഞിട്ടില്ലാത്ത നുകം. അപ്പോൾ ഈ ന്യായപ്രമാണം അത് പിതാക്കന്മാർക്കും ഇപ്പോൾ ജീവിക്കുന്ന ഈ പരീശപക്ഷത്തു നിന്നുള്ള ആളുകൾക്കും നുകമായിരുന്നു. നുകം ആരും സന്തോഷത്തോടെ വഹിക്കില്ല. അത് ഒരു ഭാരമാണ്. കാളയെ നുകത്തിനടിയിൽ വെച്ച് കെട്ടുകയാണ്. കാളയ്ക്ക് ഇഷ്ടമുണ്ടായിട്ടല്ല നുകം ചുമക്കുന്നത്. അതൊരു ഭാരമാണ്, അടിമത്തമാണ്. ന്യായപ്രമാണം അങ്ങനെയായിരുന്നു. കാരണം അത് അനുസരിക്കുക എന്നത് തികച്ചും അസാധ്യമായിരുന്നു. ആരെക്കൊണ്ടും അനുസരിക്കാൻ പറ്റാത്ത ഭാരമായ ഒരു നുകമായിരുന്നു ന്യായപ്രമാണം. എന്നാൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്നപ്പോൾ താൻ ഇങ്ങനെ പറഞ്ഞു, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകിയാൽ എൻ്റെ നുകമേറ്റുകൊണ്ട് എന്നോട് പഠിപ്പിൻ, എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും. എൻ്റെ നുകം മൃദുവും എൻ്റെ ചുമട് ലഘുവുമാകുന്നു. ഇത് കർത്താവ് പറഞ്ഞതാണ്. ന്യായപ്രമാണത്തെക്കുറിച്ചല്ല ഇത് പറഞ്ഞത്. കർത്താവിനെ പിൻപറ്റുന്നവരുടെ, കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരുടെ കാര്യമാണ് പറഞ്ഞത്. അവർ തന്നെ അനുസരിക്കുന്നത് ഒരു ഭാരമായിട്ടല്ല, മറിച്ച് ഒരു സന്തോഷമായിട്ടാണ്. ഒന്ന് ഓർത്തു നോക്കൂ, നിങ്ങളെ വലിയൊരു അപകടത്തിൽ നിന്നും രക്ഷിക്കുവാൻ ഒരാൾ തൻ്റെ ജീവൻ കൊടുത്തു, അല്ലെങ്കിൽ വലിയൊരു വില കൊടുത്തു. ആ ആളെ സന്തോഷിപ്പിക്കുക, ആ ആളോട് നന്ദി പ്രകടിപ്പിക്കുക എന്നത് ഏതൊരു വ്യക്തിയുടെയും സന്തോഷത്തോടെയുള്ളൊരാഗ്രഹമായിരിക്കും. അങ്ങനെയാണ് ആളുകൾ യേശു ക്രിസ്തുവിനെ അനുഗമിക്കുന്നത്. അതവർക്കൊരിക്കലും ഒരു ഭാരമല്ല, മറിച്ച് അതവർക്ക് സന്തോഷമാണ്. അത് നുകമാണെങ്കിലും അത് മൃദുവും ലഘുവുമാണ്. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് സ്വാതന്ത്ര്യമാണുള്ളത്, അല്ലാതെ അവർക്ക് ദാസ്യത്തിൻ്റെ ആത്മാവ് അല്ല. അപ്പോൾ പത്രോസ് ഈ പരീശന്മാരായ ആളുകൾ, പരീശന്മാർ വിശ്വാസികളായി തീർന്ന യഹൂദന്മാരായ ആളുകൾ, അവരോട് പറയുന്നു, നമുക്ക് അനുസരിക്കാൻ പറ്റിയില്ല, നമ്മുടെ പിതാക്കന്മാർക്ക് അനുസരിക്കാൻ പറ്റിയില്ല, പക്ഷെ നിങ്ങളിപ്പോൾ പറയുന്നു ജാതികളായ ആളുകൾ അതനുസരിക്കണമെന്ന്. ഇതെന്ത് വിരോധാഭാസമാണ്! നിങ്ങളെക്കൊണ്ടോ നിങ്ങളുടെ പിതാക്കന്മാരെ കൊണ്ടോ പറ്റാത്ത കാര്യം ജാതികളായവർ ചെയ്യണമെന്ന് പറയുന്നത് അതൊരല്പം കടന്നു കൈയല്ലേ? പത്രോസ് പറയുന്നത് നിങ്ങൾ അങ്ങനെ ചോദിക്കുക വഴി ദൈവത്തെ പരീക്ഷിക്കുകയാണ്. കാരണം ദൈവമാണ് ഈ ജാതികളായ വിശ്വാസികൾ പാപക്ഷമ പ്രാപിച്ചു, സഭയുടെ ദൈവരാജ്യത്തിൻ്റെ അംഗങ്ങളായി തീർന്നു എന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് ദൈവം അവർക്ക് പരിശുദ്ധാത്മാവിനെ നൽകിയത്. പക്ഷെ നിങ്ങൾ പറയുന്നു ദൈവം ചെയ്തത് ശരിയായില്ല, ദൈവത്തിനൊരൽപ്പം ധൃതി കൂടിപ്പോയി, പരിശുദ്ധാത്മാവിനെ കൊടുത്തത് ഒരല്പം നേരത്തെ ആയിപ്പോയി, അവർ പരിച്ഛേദന ഏൽക്കണം, ന്യായപ്രമാണം അനുസരിക്കണമെന്ന്. പത്രോസ് പറഞ്ഞു, അങ്ങനെ പറയുന്നത് ദൈവത്തെ പരീക്ഷിക്കുകയാണ്. പുറമേയുള്ള കാര്യങ്ങൾ അനുസരിക്കുന്നത് ഒരു വലിയ കണിയാണ്. കാരണം ഇത്തരം നിയമങ്ങൾ, ന്യായപ്രമാണത്തിൻ്റെ സെറിമോണിയലായിട്ടുള്ള കാര്യങ്ങൾ അനുസരിക്കുക, പരിച്ഛേദന ഏൽക്കുക, അവരുടെ ഭക്ഷണം കഴിക്കുക, ചില ഭക്ഷണങ്ങളിൽ നിന്ന് ഒഴിവായിരിക്കുക, ഇതൊക്കെ പുറമേയുള്ള കാര്യങ്ങളാണ്.
ഇത് നാം നിർബന്ധമായി അടിച്ചേൽപ്പിച്ചാൽ, പുറമെയുള്ള കാര്യങ്ങൾ, ഭക്ഷണകാര്യം മാത്രമല്ല, വേഷവിധാനത്തിലും എല്ലാം അത് വരും. നമ്മളത് അടിച്ചേൽപ്പിച്ചാൽ അതനുസരിക്കാൻ ആളുകൾ തയ്യാറാകും. അത് അനുസരിക്കുമ്പോൾ ആ ബാഹ്യമായ പ്രകടനം വെച്ച് നമ്മൾ ആളുകളുടെ ആത്മീയത അളക്കുവാൻ തുടങ്ങും. ഇങ്ങനെ ആത്മീയത അളക്കുവാൻ തുടങ്ങുമ്പോൾ ആത്മീകമായ അഹങ്കാരത്തിനത് കാരണമാകും. ഞാനത് ചെയ്യുന്നില്ല, പക്ഷെ അയാളത് ചെയ്യുന്നുണ്ട്. ഞാനിതനുസരിക്കുന്നുണ്ട്, പക്ഷെ അയാളത് അനുസരിക്കുന്നില്ല എന്ന് സ്വയം പുകഴ്ത്തുവാനും മറ്റുള്ളവരെ വിധിക്കുവാനും അതുവഴി ആത്മീക അഹങ്കാരത്തിന് കാരണമായി തീരും. അതൊഴിവാക്കുവാൻ കൂടിയാണ് ഈ അധ്യായത്തിൽ അപ്പോസ്തലന്മാർ ഒരുമിച്ചുകൂടി ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തികൾ രക്ഷ പ്രാപിക്കുന്നതിന് ഒരു നിദാനമല്ല എന്ന് പറഞ്ഞത്. ഈ സന്ദേശം ശ്രദ്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്തൃനാമത്തിൽ നന്ദി. ബൈബിൾ കറസ്പോണ്ടൻസ് കോഴ്സിൽ ചേർന്ന് പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവർ മേൽവിലാസം അയച്ചു തന്നാലും പ്രാർത്ഥനാ വിഷയങ്ങളും അറിയിക്കുമല്ലോ.